ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങൾക്ക് അംബ്രല്ല സ്കേർട്ട് ചെയ്യാനുള്ള ഏറ്റവും ഈസി മെത്തേഡാണ് കാണിച്ചു തരുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്കേർട്ട് ചെയ്യാൻ ഞാനിവിടെ ഒരു മുണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ അച്ഛൻ്റെ കല്യാണ മുണ്ടാണ് കേട്ടോ. ഏതായാലും അംബ്രല്ല സ്കേർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വീതിയിലുള്ള ഒരു തുണി എടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു മുണ്ടിൻ്റെ വീതി ഏകദേശം 50 ഇഞ്ചോളം വരുന്നുണ്ട്. എത്രയാണോ നമ്മുടെ തുണിയുടെ വീതി അതിൻ്റെ ഇരട്ടിയായിരിക്കണം തുണിയുടെ നീളം നമ്മൾ എടുക്കേണ്ടത്. ആദ്യം നമുക്ക് തുണി ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് തുണിയിൽ മടക്ക് വരുന്ന ഈ ഒരു കോർണറിൽ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് തുണി ഇതുപോലെ ഒന്ന് കോണോട് കോണായിട്ട് മടക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ അരവണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് 36 ഇഞ്ചാണ് ടോട്ടൽ അരവണ്ണം വരുന്നത്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ 38 ഇഞ്ചാണ് ടോട്ടലായിട്ട് എടുക്കേണ്ടത്. നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിടുമ്പോൾ ആ അളവിൻ്റെ 4/1 ഭാഗമാണ് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 9.5 ഇഞ്ചിലാണ് എൻ്റെ അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്കേർട്ടിന് വേണ്ട ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 35.5 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ടാപ്പ് ഇതുപോലെ നമ്മുടെ വേസ്റ്റ് പോർഷനിൽ മാറ്റി മാറ്റി വെച്ച് വേണം സ്കേർട്ടിന് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് മാർക്ക് ചെയ്ത ഓരോ പോയിൻറ്റ്സും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ 2 ലൈനുകളിലൂടെ നമുക്ക് നമ്മുടെ തുണി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തിയിട്ടിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് സ്കേർട്ട് പാർട്ടും ബാക്ക് സ്കേർട്ട് പാർട്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കേർട്ടിന് ബെൽറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ 2 പീസ് തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 12 ഇഞ്ചും നീളം വരുന്നത് 19 ഇഞ്ചുമാണ്. ബെൽറ്റിൻ്റെ വീതി നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ ഇരട്ടി വീതിയിൽ വേണം നമ്മൾ തുണി മുറിച്ചെടുക്കാൻ. എനിക്കിവിടെ 6 ഇഞ്ച് വീതിയാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ 12 ഇഞ്ച് വീതിയിൽ തുണി മുറിച്ചിരിക്കുന്നത്. ഇനി തുണി ഇതുപോലെ 2ആയി മടക്കിയിട്ട് ഓപ്പൺ സൈഡിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 2 പീസ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ട് പാർട്ടുമായിട്ട് ബെൽറ്റ് പാർട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനായി സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശത്ത് ബെൽറ്റ് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിവിടെ സ്കേർട്ട് പാർട്ടും ബെൽറ്റ് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ബെൽറ്റിൽ അത്യാവശ്യം വീതിയുള്ള ഒരു ഇലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ബാക്ക് പാർട്ടിൻ്റെ ബെൽറ്റിൻ്റെ പകുതി നീളമാണ് നമ്മൾ ആ ഇലാസ്റ്റിക്കിൻ്റെ നീളമായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ ഇലാസ്റ്റിക് വെക്കുമ്പോൾ നമുക്ക് സ്കേർട്ടിന് വള്ളിയോ ഹുക്കോ ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് എടുത്തിട്ട് ഇപ്പോൾ പുറത്ത് പോകാനൊക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കാനും ഒക്കെ കഴിയും. മാത്രമല്ല നമ്മൾ ഫ്രണ്ടിൽ ഇലാസ്റ്റിക് വെക്കാത്തത് കൊണ്ട് തന്നെ ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ ഇടാൻ ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ഈ ഒരു സ്കേർട്ട്. ഇപ്പോൾ ഞാൻ ബാക്ക് പാർട്ടിൻ്റെ ബെൽറ്റിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് സ്കേർട്ടിൻ്റെ ബെൽറ്റ് പാർട്ട് മുതൽ താഴെ വരെ രണ്ട് സൈഡും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്കേർട്ടിൻ്റെ അടിവശം വന്നിട്ട് നമ്മൾ എല്ലാ ഡ്രസ്സിനും ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്കേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്